ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ് ക്യാബേജ് കൊണ്ട്. ക്യാബേജ് കൊണ്ടുള്ള സൈഡ് ഡിഷ് എത്ര പേര് ചപ്പാത്തിയുടെ കൂടെ കഴിച്ചിട്ടുണ്ട്? ഇത് ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് ശരിക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മളപ്പോൾ ക്യാബേജ് ഇതുപോലെ നീളത്തിൽ അരിയുന്നത്, പിന്നെ ഒരു മീഡിയം സൈസ് സവാള എടുത്ത് അരിയുക, വെളുത്തുള്ളിയും 2-3 അല്ലിയും കൂടെ ഇതുപോലെ അരിഞ്ഞിട്ട് പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും ജീരകവും ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യുക. വെളുത്തുള്ളിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കുക. അതൊന്ന് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ക്യാബേജും ഉള്ളിയും കൂടെ ഒരുമിച്ചിടാം. വേറെ വേറെ ആയിട്ട് ഇടേണ്ട ആവശ്യമില്ല. ഉള്ളി വതക്കിയതിന് ശേഷം ഇടൊന്നും വേണ്ട, ഇത് ഒരുമിച്ചിട്ടാൽ മതി. പിന്നെ നീളത്തിലാവുമ്പോൾ കുറച്ചുകൂടെ നല്ല രസമാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആദ്യം തന്നെ എണ്ണയും ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുക. ഇത് ഇച്ചിരി പാടാണ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ മസാലകൾ ചേർക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ മുളക് പൊടി ആവശ്യത്തിനും, ഗരം മസാല ഒരു 1/2 ടീസ്പൂണും. ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് പിന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഇത് പിന്നെ വേവുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ മൂടി വെക്കാൻ വേണമെങ്കിൽ, പക്ഷെ മൂടി വെച്ചാൽ വെള്ളം വരും. അതുകൊണ്ട് മൂടി വെക്കാതെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ക്യാബേജ്. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ആദ്യമായിട്ട് കാണുന്നവർ ശരിക്കും ഓർക്കും ക്യാബേജൊക്കെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ശരിക്കും ഇതൊന്ന് കഴിച്ച് നോക്കണം. ഉണ്ടാക്കിയിട്ട് വളരെ എളുപ്പമാണല്ലോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോസായിട്ട് വരാം. അതുവരെ ബൈ.